ഹായ്, വെൽക്കം ടു നതാശ ബ്ലോഗ്. ഇന്ന് തിരുവോണ ദിവസമാണ്. രാവിലെ എഴുന്നേറ്റതേ പൂവെല്ലാം കിള്ളിക്കൊണ്ടിരിക്കുവാണ്. ഇന്നൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തുടങ്ങി വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം അങ്ങനെ പൊന്നൂസ് വെന്തിപ്പൂ എടുത്ത് കിള്ളി തുടങ്ങി. രാവിലെ എഴുന്നേറ്റ് വന്ന് ഇരുന്ന് കിള്ളുവാണ്. അപ്പോൾ ആൻറ്റിയാണോ പൊന്നൂസാണോ ഫസ്റ്റ് അടിക്കുന്നതെന്നും പറഞ്ഞാൽ കിള്ളുന്നത്. പൊന്നൂസും നല്ല രീതിയിലിരുന്ന് കിള്ളുവാണ്. കഴിഞ്ഞ വർഷമൊന്നും അത്ര കിള്ളാനൊന്നുമുള്ള ഇതുണ്ടായിരുന്നില്ല. ഇത്തവണ പൊന്നൂസ് ഒരു വർഷവും കൂടി കഴിഞ്ഞില്ലേ, അതിൻ്റേതായിട്ടുള്ള മെച്ചുവേർനെസ്സൊക്കെ ആയെന്ന് തോന്നുന്നു. UKG ബേബിക്ക് കിള്ളാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റായി. അങ്ങനെ കിള്ളിക്കൊണ്ടിരിക്കുവാണ്. നല്ല വൃത്തിയായിട്ട് കിള്ളിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അങ്ങനെ അത് കിള്ളിക്കഴിഞ്ഞപ്പോഴേക്കും വാടാമല്ലി എടുത്തു. വാടാമല്ലി കിള്ളാൻ അറിയാമെന്ന് വെച്ചാൽ എനിക്കറിയാം. സ്കൂളിൽ ഞാൻ കിള്ളിയോട്ടുണ്ടെന്നും പറഞ്ഞ് കിള്ളുവാണ്. പക്ഷെ നല്ല രീതിയിൽ കിള്ളി. അങ്ങനെ കിള്ളി നല്ല രീതിയിൽ കിള്ളിക്കൊണ്ടിരിക്കുവാണ്. ഇന്ന് പൊന്നൂസാണ് അത്തവിടാൻ പോവാമെന്നും പറഞ്ഞിട്ടിരിക്കുവാണ്. അങ്ങനെ എല്ലാവരും, പപ്പായും മമ്മിയും എല്ലാവരും കൂടി ഇരുന്ന് കിള്ളുവാണ്. അങ്ങനെ ഇത്തരം പൂവെല്ലാം കിള്ളിക്കഴിഞ്ഞു. നമ്മളെടുത്ത് സിറ്റ് ഔട്ടിലാണ് ഞങ്ങൾ പൂക്കൾ ഇടുന്നത്. അപ്പോൾ എല്ലാ പൂക്കളും എടുത്ത് സിറ്റ് ഔട്ടിൽ കൊണ്ടുവച്ചു. അമ്മേൻ്റെ കളമൊക്കെ വരച്ച് സെറ്റ് ചെയ്തായിരുന്നു നേരത്തെ. അപ്പോൾ പൂക്കളം ഇട്ട് തുടങ്ങി. അങ്ങനെ അമ്മു ആൻറ്റിയും പൊന്നൂസും കൂടി പൂക്കൾ ഇട്ട് തുടങ്ങി. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റായിട്ട് പൂക്കളെല്ലാം ഇതാക്കി വെക്കുവാണ്. അപ്പോൾ നേരെ വെക്കണം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കുവാണ്. പക്ഷെ നല്ല രീതിയിൽ വെക്കുന്നുണ്ട് കേട്ടോ. പതുക്കെ വെച്ച് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. കണ്ടോ, പൂക്കൾ ഇത്രയായി. അമ്മു ആൻറ്റിയും മാതിര ആൻറ്റിയും പൊന്നൂസും കൂടിയാണ് ഇത്തവണത്തെ പൂക്കളം സെറ്റ് ചെയ്തത്. പിന്നെ നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് ഇടുന്നുണ്ട്. പൊന്നൂസ് ഇടുന്നത് കണ്ടോ, എനിക്ക് ഭയങ്കര എന്താ പറയുക, വല്ലാത്തൊരു സന്തോഷമായിരുന്നു. പൊന്നൂസ് ഇത്ര വലുതായല്ലോ കുട്ടിയെന്ന് വിചാരിച്ചിട്ട്. എങ്ങനെ പൊന്നൂസ് നല്ല അടിപൊളി പൂക്കൾ ഇടുവാണ് ആൻറ്റിമാരുടെ കൂടെ. എൻ്റെ വീഡിയോ എടുക്കുമ്പോൾ എന്നെ തിരിഞ്ഞ് നോക്കുക. എൻ്റെ ഇടയിൽ കൂടി കോക്കറിയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ അവർ പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുവാണ്. ആതിര ആൻറ്റി എത്തി. അങ്ങനെ പൂക്കള പരിപാടിയെല്ലാം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ പൂക്കളത്തിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുവാണ്. അപ്പോഴേക്കും നമ്മുടെ ഫുഡ് എത്തി. ഇത്തവണ ഇൻസ്റ്റൻറ്റ് ഫുഡ് ഓർഡർ ചെയ്തത്. മമ്മിക്ക് മേലായിരുന്നു. അതുകൊണ്ടിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തു. അങ്ങനെ ഇഞ്ചിക്കറിയും അവിയലും നല്ല കൊതിപ്പിക്കുന്ന മാങ്ങ അച്ചാറും അത് മറ്റേ വടുകപ്പുളി അച്ചാർ, പൈനാപ്പിൾ കിച്ചടി, പിന്നെ ഒരു വെള്ളക്കറി ഉരുളക്കിഴങ്ങിട്ട്. അതിൻ്റെ പേര് എനിക്കിപ്പോഴും അറിയാൻ മേല. പിന്നെ കാളനുണ്ടായിരുന്നു. പിന്നെ പാവയ്ക്ക കിച്ചടി ഉണ്ടായിരുന്നു. പിന്നെ മോര്, രസം, ക്യാബേജ് തോരൻ, പരിപ്പ്, കൂട്ടുകറി. എൻ്റെ ഫേവറേറ്റ് കറിയാണ് കേട്ടോ. പിന്നെ സാമ്പാർ ഇളക്കിയിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ കിച്ചടിയൊക്കെ ആയിട്ട് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ മെയിൻ വിഭവത്തിൽ ആയിരുന്നു ചോറ്. പിന്നെ 2 കൂട്ടം പായസം ഉണ്ടായിരുന്നു. മേമ്പടിയായിട്ട് പരിപ്പ് പായസവും പാലട പായസവും. പിന്നെ ചിപ്സും ശർക്കര വരട്ടിയും ഞാലിപ്പൂവും പഴവും പപ്പടം ഉണ്ടായിരുന്നു. പപ്പടം പാക്ക് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ പൂക്കളമൊക്കെ അപ്പോഴേക്കും ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും പൂക്കളമൊക്കെ സെറ്റായി നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ പൊന്നൂസും റെഡിയായി. പിന്നെ സുന്ദരി കുട്ടിയായിട്ടിരിക്കുമോ പൊന്നൂസ്. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തു, റീൽസ് എടുത്തു. എല്ലാം കഴിഞ്ഞ് ടയേർഡായി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. പിന്നെ കറികളെല്ലാം നിരത്തി വെച്ച്
നല്ല വാഴയിലയിൽ കഴിക്കാൻ പോവാം. വർഷത്തിലൊരിക്കലും ഉള്ളൊരു സന്തോഷമല്ലേ അത്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. അങ്ങനെ ആൻറ്റിമാരും എല്ലാവരും കറികൾ വിളമ്പുവാണ്. കറികളൊക്കെ നേരത്തെ നിങ്ങൾ കണ്ടതല്ലേ. കറികളൊക്കെ വിളമ്പി. എൻ്റെ ത്രോട്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അത് സൗണ്ട് വല്ലാതിരിക്കുന്നത്, അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ കറികളെല്ലാം വിളമ്പി, ചോറ് വിളമ്പി, പരിപ്പും സാമ്പാറും വിളമ്പി. അങ്ങനെ പൊന്നൂസ് കഴിക്കാൻ തുടങ്ങി. പപ്പടവും പഴവും വെച്ച്, അത് വയ്ക്കാൻ മറന്നുപോയതാണ്, അതുകൊണ്ട് ഇച്ചിരി ലേറ്റായത്. അത് കഴിഞ്ഞ് കഴിക്കാൻ തുടങ്ങി. മെയിൻ ആദ്യം കറി എടുത്ത് കൂട്ടാൻ പറഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റ് മാങ്ങാച്ചാർ എടുത്ത് കൂട്ടി. പൊന്നൊരു ഫേവറേറ്റ് സാധനമാണ്. പിന്നെ വെള്ളക്കറിയും ഒക്കെ കൂട്ടി പൊന്നൂസ് നന്നായിട്ട് ഭക്ഷണം കഴിച്ചു. ഇച്ചിരി ലേറ്റായിരുന്നു, അതുകൊണ്ട് വിശപ്പും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇച്ചിരി മോര് വേണമെന്ന് പറഞ്ഞ് മോര് ഒഴിച്ച് കൊടുത്ത് മോരും കൂടി നല്ല സൂപ്പറായിട്ട് ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും പപ്പടം കൊണ്ടുവന്നു. പപ്പടം പൊടിച്ചിട്ട് പഴവും ഞെരടി അതിലൂടെ പൊന്നൂന് ഇഷ്ടപ്പെട്ട പരിപ്പ് പായസം, അതാണ് പൊന്നൂന് ഇഷ്ടമുള്ള പായസം, അതിട്ട് കൊടുത്തു. അതിട്ട് കുഴച്ച് ആസ്വദിച്ച് കഴിച്ചു പൊന്നൂസ്. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് പാലട പായസം ഉണ്ടാകും. അപ്പോൾ അത് വേണ്ട, എന്നാലും ഒന്ന് ടേസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഇച്ചിരി ഒഴിച്ച് കൊടുത്ത് ടേസ്റ്റ് ചെയ്തു. ഇത്രയൊക്കെ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വയറും മനസ്സും നിറഞ്ഞ് ഫുഡും കഴിച്ച് ഇച്ചിരി നേരം കിടന്നുറങ്ങി. ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത്.